ആകാശവാണി. വണ്ടികൾ പലതും വന്നു പോവുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം വന്നില്ലല്ലോ. ഏതാണ്ട് രാവിലെ 11:30 എത്തുമെന്നാണല്ലോ വിശ്വനാഥ് സാർ പറഞ്ഞിരുന്നത്. സമയം 12:30 കഴിഞ്ഞു. ഇനിയിപ്പം വരൂലെന്നുണ്ടോ? ഇല്ല, വരാതിരിക്കുകയൊന്നുമില്ല. പണം മുഴുവൻ കൊടുത്തതല്ലേ. വീടും സ്ഥലവും വാങ്ങിയതിൻ്റെ രജിസ്ട്രേഷനും കഴിഞ്ഞതാ. പിന്നെന്താ? അല്ല, വരാതിരിക്കാം പിന്നെന്താ? കുറേ കാലത്തേക്ക് ഇവിടെ താമസിക്കാനാ തീരുമാനം എന്നല്ലേ സാറ് പറഞ്ഞത്? ഒരു കാറ് വരുന്നുണ്ടല്ലോ. മാധവട്ട കാത്തിരുന്ന് മുഷിഞ്ഞോ? ഇല്ല, മുഷിഞ്ഞിട്ടൊന്നുമില്ല. നേരം വൈകിയപ്പോൾ ചെറിയൊരാശങ്ക, ഒരാദി, അത്രയേ ഉള്ളൂ. പവിത്ര, അവരോട് ലഗേജൊക്കെ ഇറക്കി വെക്കാൻ പറയും. ഇനി അങ്ങോട്ട് വാഹനം പോവില്ല. അല്ല, വീട്ടിനടുത്തേക്ക് വാഹനം തീരെ പോകാണ്ടൊന്നുമല്ല. ഏതാണ്ട് കുറച്ചടുത്ത് വരെയൊക്കെ കഷ്ടിച്ച് പോകും. വേണ്ട മാധവട്ട, ബുദ്ധിമുട്ടാവും. കുറച്ച് ദൂരല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാം. എന്നാൽ അങ്ങനെ. വല്ലാണ്ടങ്ങ് വൈകിയപ്പോൾ സത്യത്തിൽ ഞാൻ ആകെ ഒന്ന് വിഷമിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ, വണ്ടി കുറേ ലേറ്റായി, അതാ വൈകിയത്. അതൊന്നും കാര്യാക്കണ്ട, നമുക്ക് പതിയെ അങ്ങ് നടക്കാം. ആയിക്കോട്ടെ, ചുമട്ടുകാർ മുന്നിൽ നടന്നോട്ടെ. നിങ്ങൾ വന്ന കാറ് നമ്മൾ എവിടെയാ നിർത്തുക? അത് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച ടാക്സിയാ. എന്റെ കാറ് 2 ആഴ്ച കഴിഞ്ഞിട്ടേ കൊണ്ടുവരുന്നുള്ളൂ. ഓഹോ, ആഹാ, ഞാട്ടിപ്പാട്ട് എന്ത് രസമാണ്. പക്ഷേ മനസ്സിലെവിടെയൊക്കെയോ ഓർമ്മകളുടെ കാരമുള്ളുകൾ തറയ്ക്കുന്നു. വടക്കം പാട്ടല്ലേ, നല്ല രസാത്. തച്ചോളിയോതേരനും കണ്ടറമേനോനും ഉണ്ണിയാർച്ചയും ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിൽ ഇതൊന്നുമില്ലേ? എൻ്റെ നാട്, മനസ്സിൽ ഒരു പിടി മണ്ണ്. മാധവേട്ട, ഏതോ ജന്മസ്മൃതി, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. മകരക്കൊയ്ത്ത് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെറ്റൊഴിഞ്ഞ പെണ്ണിനെ പോലെ മഞ്ഞളിച്ച് കിടക്കുന്ന വയൽ, ഒരു ഭാഗത്ത് പശുക്കൾ മേയുന്നു. അത് കാണുമ്പോൾ മനസ്സിലെവിടെയോ സന്തോഷം മുളവട്ടുന്നു. ഒരിക്കൽ മാത്രം നാടകം. രചന രാജൻ തിരുവോത്ത്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ: രാജഗോപാലൻ കാരപ്പറ്റ, വിനോദ് മേക്കോത്ത്, മുരളി നമ്പ്യാർ, ആയിടത്തിൽ ഗംഗാധരൻ, LC സുകുമാരൻ, ഉഷ നാരായണൻ. സംവിധാനം C. കൃഷ്ണകുമാർ. സംവിധാന സഹായം P. നിഷ. അതെ, ഒരു ഭാഗത്ത് മൊത്തം പുഞ്ചകൃഷിയാ, പിന്നെ അപ്പുറത്ത് വെള്ളരിപ്പാടം. ആഹാ, വിശ്വേട്ടൻ വീടും സ്ഥലവും വാങ്ങാൻ കണ്ടെത്തിയ പ്രദേശം മനോഹരം തന്നെ. വിശാലമായ നെൽപ്പാടം, ഒത്ത നടുവിലൂടെ വീതിയേറിയ മൺപാത, ഇരുവശത്തും തെങ്ങും കവുങ്ങും. ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്താവണം. വാസ്തവം. വിശ്വേട്ടൻ ഭാഗ്യവാനാണ്. നിങ്ങൾ പണ്ട് വലിയൊരു ഗായകനാണെന്നല്ലേ പറഞ്ഞത്? പാടിപ്പാടി ഒരു പ്രണയ ജീവിതം. ഇനിയിപ്പോൾ എഴുത്തുകാരനും ആവാം അല്ലേ? ഞാൻ ഭാഗ്യവാനാണ് പോലും. എന്ത് ഭാഗ്യം! മഹാപരാധത്തിൻ്റെ ചിറകിലേറി ദിക്കറ്റ് പോയതാണോ ഭാഗ്യം? മാധവട്ട, ഒന്ന് നിൽക്കണേ. അതാരാ? ഞാനാ, ശേഖരനാ. സാറ് നടന്നോ?
ആ ശേഖരൻ എന്തിനാ വിളിച്ചതെന്ന് നോക്കട്ടെ. അവനാളൊരു നല്ല കൃഷിക്കാരനാ. അതൊക്കെ ശരി. പക്ഷേ മാധവേട്ട, ദയവായി എന്നെ സാറ് എന്നൊന്നും വിളിക്കരുത്. നിങ്ങൾ എൻ്റെ ബന്ധുവാ, ഏട്ടനാ, അതാണ് സത്യം. എന്നാലും ഇത്രയൊക്കെ കഴിവും പണവും ഒക്കെയുള്ള ഒരാളെ വെറും പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷമം തന്നെയാ. സാരമില്ല, ഇനി പേര് വിളിക്കാം, നടന്നാട്ടെ. പക്ഷേ മാധവേട്ട, മറ്റാര് ചോദിച്ചാലും എൻ്റെ പേര് KPV നായർ എന്നേ പറയാവൂ. എങ്ങനെ? KPV നായർ, അതാണ് എൻ്റെ ഐഡന്റിറ്റി. KPV നായർ. ശരി ശരി ശരി, ഞാൻ മനപ്പാടാക്കിക്കൊള്ളാം. പിന്നെ മാധവേട്ടാ, ഞാൻ ഇത്തിരി തിരക്കിലാണ്. 5-10 പണിക്കാരുണ്ട് കൂടെ. പുഞ്ചകൃഷിയാ. എന്നാലും കാര്യങ്ങൾ അറിയണല്ലോ. അല്ല, മാധവേട്ടൻ്റെ കൂടെയുള്ളത് ആരാ? അതെ, കൂടുതലൊന്നും അറിയില്ല. പേര് KPV നായരെന്നാ. നാട് ദൂരെ എവിടെയോ, ഗൾഫ് നാട്ടിലാ ജോലി, ബിസിനസ്സാ. അല്ല, കളരിക്കൽ പത്മനാഭൻ നായരുടെ വീടും പറമ്പും ഇയാളാണോ വാങ്ങിയത്? അതെ അതെ. മാധവേട്ടന് നല്ല ബ്രോക്കർ പൈസ കിട്ടിക്കാണു അല്ലേ? ഞാൻ അങ്ങനെ പേശിയിട്ടൊന്നുമില്ല, വലിയ സംഖ്യ ഒന്നുമല്ല. കുറച്ച് പൈസ തന്നു, ഞാനത് വാങ്ങുകയും ചെയ്തു. പോരെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാലും ആ മുടിഞ്ഞ വീടും പറമ്പും വാങ്ങാൻ ഇയാൾക്ക് എങ്ങനെ തോന്നിയാവോ? ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതാവും. പറഞ്ഞു പറ്റിക്കൽ, അത് ശേഖരൻ എന്നെയാണോ ഉദ്ദേശിച്ചത്? ഏയ് അല്ലല്ലല്ല, മാധവേട്ടന് എനിക്ക് അറിഞ്ഞൂടെ. പത്മനാഭൻ നായരും ഭാര്യയും മരിക്കുന്നത് വരെ ഞാൻ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു. അത് ഈ നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം. പിന്നെയല്ലേ ഞാൻ ചിലർക്കൊക്കെ വീടും സ്ഥലവും വാങ്ങിക്കൊടുക്കാനും വിൽക്കാനും ഒക്കെ സഹായിക്കാൻ തുടങ്ങിയത്. പക്ഷെ ശേഖര, നീ പറഞ്ഞ ബ്രോക്കർ എന്ന പേരുണ്ടല്ലോ, അതെനിക്ക് ചേരില്ല കേട്ടോ. ഹേയ്, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് അറിഞ്ഞൂടെ മാധവേട്ടൻ പത്മനാഭൻ നായരുടെ സ്വന്തം ആളായിരുന്നു എന്ന്. കഷ്ടം, വലിയ ഉയർച്ചയിൽ നിന്ന് ഒരു വല്ലാത്ത വീഴ്ചയായിരുന്നു പത്മനാഭൻ നായരുടേത്. വളരെ ശരിയാ പറഞ്ഞത്. രാഷ്ട്രീയല്ലേ, ആർക്കും പറ്റാവുന്ന ചില വീഴ്ചകളാണ്. അത്ര തന്നെ. സ്ഥാനമാനങ്ങളൊക്കെ പോയി. മൂത്ത മകൻ കള്ളു കുടിച്ചു മരിച്ചു. ഒന്നും പറയണ്ട. വേറെ ഒരുത്തൻ ചെറിയ ദുഷ്പേരൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ നാട് വിട്ടത്. അവൻ എവിടെയോ വെച്ച് മരിച്ചു എന്നാണ് പിന്നെ പത്രത്തിൽ കണ്ടത്. അതൊക്കെ കഴിഞ്ഞില്ലേ. കളരിക്കൽ വീടും 8 ഏക്കർ പറമ്പും 20 ഏക്കർ വയലും മകൾക്കുള്ളതായിരുന്നു. അതായിപ്പോ വിറ്റത്. അല്ല, അവളെ കല്യാണം കഴിച്ചത് പിന്നെ പാലക്കാട്ടേക്കോ മറ്റോ ആയിരുന്നില്ലേ? അതെ അതെ, പാലക്കാട് തൃത്താല. അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറാ. നോക്കി നടത്താനും ആൾക്കാർ വന്നാ വിൽക്കാനും മാധവേട്ടനെ ഏൽപ്പിച്ചതാണല്ലോ. അതെ അതെ, സ്ഥലത്തിനും വീടിനും ഒരാവശ്യക്കാരൻ വന്നു. പറഞ്ഞ വില തരികയും ചെയ്തു. വിലപേശലോ ചോദ്യോത്തരങ്ങളോ ഒന്നുമില്ല. ആ വീടും പറമ്പും അയാൾക്ക് വലിയ ഇഷ്ടാവുകയും ചെയ്തു. അതാ കാര്യം. അല്ല, ഒരുപാട് കാലായില്ലേ ഈ വീടിങ്ങനെ അനാഥായി കാടും മൂടിക്കിടക്കുന്നത്? ഇവിടെ സ്ഥിരതാമസാക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഇനിയുള്ള കാലം കൃഷിയും മറ്റുമായി അങ്ങനെ ജീവിക്കാന്നാ പറഞ്ഞത്. നടക്കും അതൊക്കെ. ഇവരൊക്കെ കച്ചവടക്കാരാണ് മാധവേട്ട. ചുളു വിലയ്ക്ക് വാങ്ങും, കുറച്ചൊക്കെ മോടി കൂട്ടും, വലിയ വിലയ്ക്ക് മറിച്ചു വെക്കും. എന്നാലേ ഇത് അങ്ങനെയൊന്നും അല്ല എന്നാ എൻ്റെ ഒരു തോന്നല്. എന്നാ നന്ന്. അപ്പൊ പിന്നെ ഞാൻ നടക്കട്ടെ ശേഖര. അവരെന്നെ കാത്തിരിക്കുന്നുണ്ടാവേ. വീട്ടിന്റെ താക്കോൽ എൻ്റെ കയ്യിലല്ലേ ഉള്ളത്. എന്നാ മാധവേട്ടൻ ചെല്ല്. അയാള് കൃഷി ചെയ്യാൻ പോവുകയാണ് പോലും. എനിക്ക് പോലും പറ്റുന്നില്ല. എന്നിട്ടാ ഒരു ഗൾഫുകാരൻ. ഈ മാധവേട്ടന് ലോകം തിരിഞ്ഞിട്ടില്ല. ഞാൻ അധികം വൈകിട്ടൊന്നുമില്ലല്ലോ. ഏയ്, അത് സാരല്ല. അല്ല, എന്തായിരുന്നു അയാളുമായി ഇത്രയും നേരത്തെ സംസാരം? അതൊന്നും പറയണ്ട. അവന് ഒരുപാട് സംശയങ്ങൾ. ആരാണ്, എന്താണ്, വിശ്വനാഥ ഇവിടെ താമസിക്കുവോ, ഇനി വില കൂട്ടി വിൽക്കുവോ അല്ല പോകുവോ, ഇനി ആരൊക്കെ വരും, സ്ത്രീകൾ ഉണ്ടാവോ എന്നൊക്കെ. കുറെ കഴിയുമ്പോൾ സംശയങ്ങളൊക്കെ മാറിക്കൊള്ളും. ഇല്ലെങ്കിൽ ഞാൻ മാറ്റിക്കൊടുക്കും. പവിത്ര,
ചുമട്ടുകാർക്ക് പണം കൊടുത്ത് അവരെ വിട്ടേക്ക്. കൊടുത്തു വിശ്വട്ടാ. ആ, സാധനങ്ങളൊക്കെ അകത്ത് എടുത്തു വയ്ക്കാൻ പറയൂ. ഓ ആ മാധവേട്ടൻ്റെ കയ്യിലാ താക്കോല്. ഞാനത് മറന്നുപോയി കേട്ടോ. തുറക്കാം. ആകെ മാറാലയും പൊടിയൊക്കെ ആയിരിക്കുന്നേ. എല്ലാം ഒന്ന് വൃത്തിയാക്കാണ്ട് ഇവിടെ താമസിക്കാനൊന്നും പറ്റൂല. മാധവേട്ട, ഓ, ഒരാഴ്ചത്തേക്ക് ടൗണിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ, മാധവേട്ടൻ ഇരിക്ക്. പെട്ടിയും സാധനങ്ങളൊക്കെ അവരെടുത്ത് വെച്ചോളൂ. ഓ, മാധവേട്ട, പറമ്പ് മുഴുവനും കാട് വെട്ടി വൃത്തിയാക്കണം. വീടിനാവശ്യമുള്ള റിപ്പയർ ചെയ്യിക്കണം, പെയിന്റ് ചെയ്യിക്കണം. ആയിക്കോട്ടെ. അതൊക്കെ ചെയ്യിക്കാം, വേണ്ട പോലെ ചെയ്യിക്കാം. അല്ല, താമസം തുടങ്ങിയാൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആരെങ്കിലും വേണ്ടേ? എല്ലാം മാധവേട്ടനെ ഏൽപ്പിച്ചിരിക്കുക. പണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. ഓ, ആയിക്കോട്ടെ. ഭാര്യയും മക്കളും ഒക്കെ വരുമ്പോഴേക്കും ഇവിടെ ആകെ ഒന്ന് ഭംഗിയാക്കണം നമുക്ക്. ഏ, എന്താ വിശ്വനാഥൻ ചിരിച്ചത്? മാധവേട്ട, ഭാര്യ, മക്കൾ അങ്ങനെ ആരും എൻ്റെതായി വരാനില്ല. ആരുമില്ല എന്നോ? എന്തായി പറയുന്നത്? ഞാൻ ഒറ്റയ്ക്കാ മാധവേട്ട. ആഹാ, പിന്നെ എന്തിനാ ഇത്ര വലിയ വീട്? അതെനിക്ക് താമസിക്കാൻ. ആഹാ, ഞാൻ കുറേ പുസ്തകങ്ങൾ, കുറേ ഗ്രാമഫോൺ റെക്കോർഡുകൾ, സ്വസ്ഥം. മാധവേട്ടൻ കൈ നീട്ട്. എന്താ, ഇത് കുറച്ച് പൈസയാണ്, 10,000 ഉണ്ട്. ഇത് മാധവേട്ടന് സ്വന്തമാണ്, വച്ചോളൂ. പണികൾ നടക്കട്ടെ, അതിന് വേറെ തരും. എന്തിന്? എനിക്ക് തരാനുള്ളതൊക്കെ തന്നതല്ലേ വിശ്വ. മാധവേട്ട, എൻ്റെ കണക്ക് പണത്തിൻ്റേതല്ല, മനസ്സിൻ്റേതാണ്. അത്രയേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ. എന്നാ എനിക്കൊന്നും പറയാനില്ല. പിന്നെ വിശ്വനാഥൻ്റെ ഈ വാക്കിലും നോക്കിലുമൊക്കെ ഞാൻ ആരെയൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. ആ, അത് പോട്ടെ മാധവേട്ട, നമുക്ക് നെൽകൃഷിക്ക് വേണ്ടത് ഉടനെ ചെയ്യണം. ആയിക്കോട്ടെ. എൻ്റെ ഒരു ആഗ്രഹമാണത്. വിളഞ്ഞ നെൽവയലിൻ്റെ നടുവരമ്പിലൂടെ പൊൻകതിരുകളെ തലോടിക്കൊണ്ടൊരു നടത്തം. കരയോടടുത്ത പാടത്തിൽ വെള്ളരി കൃഷി, കരയിൽ വെള്ളരിപ്പന്തൽ, വെള്ളരിപ്പന്തലിൽ പാട്ടും നാടകവും. ഇതൊക്കെ മുമ്പ് ആരുടെയെങ്കിലും അനുഭവങ്ങൾ കണ്ടറിഞ്ഞതിൽ നിന്ന് തോന്നിയതാണോ? കഴിഞ്ഞ ജന്മത്തിൽ എപ്പോഴോ തലച്ചോറിലേക്ക് കയറി വന്ന പുന്നെല്ലിൻ്റെ മതിപ്പിക്കുന്ന മണം, അതിൻ്റെ ലഹരി, ഏതോ ചരൽപ്പറമ്പിലൂടെയുള്ള നടത്തം, കീശയിൽ വാരി നിറച്ചിട്ട മഞ്ചാടി മണികൾ, നിലത്ത് വിതറിക്കിടക്കുന്ന ഇലഞ്ഞിപ്പൂക്കൾ, താഴ്ന്ന കൊമ്പിലെ കണിക്കൊന്ന പൂക്കൾ, മഷി എഴുതിയ കണ്ണിലെ ഒഴുകാത്ത കണ്ണീര്. വിശ്വനാഥ, എന്താ ഇത്? എന്താ കണ്ണു നിറഞ്ഞത്? ഹേയ് ഒന്നുമില്ല മാധവേട്ട. ഞാനൊരു എഴുത്തുകാരൻ കൂടിയാണല്ലോ, അതുകൊണ്ട് അറിയാതെ അങ്ങ് തുളുമ്പിപ്പോയി. ആ വിശ്വട്ടാ, ഓ, ചുമട്ടുകാർ പോയി. ഞാൻ കഥ അടച്ചു. താക്കോല് മാധവേട്ടൻ്റെ കയ്യിൽ കൊടുക്കട്ടെ? അല്ല, നമുക്ക് പോയാലോ? ശരി, പോകാം. മാധവേട്ട, 10 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ വരും. പിന്നെ ഇവിടെ ഈ കളരിക്കൽ തറവാട്ടിൽ കുടിപ്പാർപ്പ്. കുറെ കാലത്തേക്കെങ്കിലും ഈ പവിത്രവും ഇവിടെ ഉണ്ടാകും മാധവേട്ട, നിങ്ങളുടെ കൂടെ. അല്ല, മാധവേട്ടന് പോകാൻ തിരക്കുണ്ടോ? എനിക്കൊരു തിരക്കുമില്ല. ഞാനിവിടെ താമസം തുടങ്ങിയ മാധവേട്ടൻ വേണം എൻ്റെ കൂടെ. അതൊരു നിയോഗമാണെന്ന് കരുതിയാൽ മതി. മാധവേട്ട, ഒരു കാര്യം കൂടി. ഒരു ദിവസം നമുക്ക് പോകണം, കാണണം. ആരേ? കളരിക്കൽ വീടിൻ്റെ ഉടമയെ. എന്താ അവരുടെ പേര്? കേണൽ ധർമ്മജൻ്റെ ഭാര്യ സുഭദ്രാദേവി. അതെ, സുഭദ്രാദേവി. ഞാനും പവിത്രനും മാധവേട്ടനും കൂടി 2 ദിവസത്തേക്കൊരു യാത്ര. എന്തു പറയുന്നു? ആയിക്കോട്ടെ, സമ്മതം. പവിത്ര, 10 ദിവസങ്ങൾ എത്ര വേഗമാണ് പോയത്. നമ്മൾ പറഞ്ഞേൽപ്പിച്ച എല്ലാ ജോലികളും മാധവേട്ടൻ ചെയ്യിപ്പിച്ചു. പാവം മാധവേട്ടൻ. ആഹാ, ഇപ്പോൾ എന്തൊരു ഭംഗിയും പ്രൗഢിയുമാണ് ഈ വീടിന്. നീണ്ട വലിയ വരാന്ത, ചിത്രത്തൂണുകൾ, നടുമുറ്റം. ആഹാ പവിത്ര, എനിക്കെന്തോ ഒരു നിധി കിട്ടിയ പോലെയുണ്ട്. ഈശ്വട്ടാ, ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്കുമുണ്ട് നല്ലൊരു ഉഷാറ്. പവിത്ര, നിന്നോട് എനിക്കും ചിലത് പറയാനുണ്ട്. പറഞ്ഞോളൂ. 10 വർഷമായി നീ എൻ്റെ സന്തത സഹചാരിയാണ്. എൻ്റെ ബിസിനസ് നോക്കി നടത്തുന്നവൻ. ഞാനിനി വല്ലപ്പോഴും മാത്രമേ ഗൾഫിലേക്ക് പോകുന്നുള്ളൂ. ബിസിനസ് നോക്കാൻ അവിടെ രവിയും മറ്റും ഉണ്ടല്ലോ. വ്യക്തിപരമായ ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്നോട് എന്തും പറയാം വിശ്വേട്ടന്. ഞാനുണ്ടാവും വിശ്വേട്ടൻ്റെ കൂടെ. നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജനിച്ചത്
ഈ വീട്ടിലാണ്. ഈ വീട്ടിലോ? അതെ, എൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം ഇവിടുത്തെ മച്ചിൻപുറങ്ങളിലും വരാന്തകളിലും തങ്ങി നിൽക്കുന്നുണ്ടാവും. എൻ്റെ ശ്വാസഗതിയുടെ താളമുണ്ടാകും ഈ പറമ്പിലെ മണ്ണിലും വായുവിലും. ഓ, വാ, നമുക്ക് 1-ാം നിലയിലേക്ക് നടക്കാം. പറഞ്ഞതൊക്കെ സത്യമാണോ വിശ്വേട്ടാ? ഇത് വിശ്വേട്ടൻ്റെ സ്വന്തം വീടാണോ? അതെ, മാധവേട്ടൻ പണ്ടേ ഇവിടുത്തെ കാര്യസ്ഥനായിരുന്നു. പക്ഷേ രൂപമാറ്റം കൊണ്ടാകാം എന്നെ തിരിച്ചറിയാഞ്ഞത്. അറിയാഞ്ഞിട്ടായിരിക്കില്ല വിശ്വേട്ട, അങ്ങനെ നടിക്കുന്നതായിരിക്കും. എവിടെയോ കണ്ട് പരിചയമുള്ള ഒരു മുഖം എന്നെന്നോട് പറഞ്ഞിരുന്നു. പവിത്ര, ആ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്. 1-ാം നിലയിലെ ഈ മുറിയിലാണ് പണ്ട് ഞാൻ കിടന്നിരുന്നത്. ദശാബ്ദങ്ങൾക്ക് ശേഷം വീണ്ടും ഈ മുറിയിൽ തന്നെ. ജനൽ തുറന്നിട്ടാൽ എനിക്ക് മേലെ പറമ്പിലെ മഞ്ചാടി മരം കാണാം. തൊട്ടടുത്ത് ഇലഞ്ഞിയും കണിക്കൊന്നയും കാണാം. അവിടെ വീണ് കിടക്കുന്ന മഞ്ചാടി മണികൾ എൻ്റെയും ശ്രീലക്ഷ്മിയുടെയും പ്രണയത്തിൻ്റെ രക്തത്തുള്ളികളാണ്. ഓരോ ഇലഞ്ഞിപ്പൂവും ഓരോ പ്രണയാക്ഷരങ്ങളാണ്. ഓ, എത്രയെത്ര ദിനരാത്രങ്ങൾ ഇലഞ്ഞിമരത്തണലിൽ. ഇത്ര കാലമായിട്ടും ഇതൊന്നും ആരോടും പറയാതെ എങ്ങനെ ജീവിച്ചു വിശ്വേട്ടാ? പിന്നോട്ടൊഴുകുന്ന മറവിയുടെ നദിയിൽ എടുത്തെറിയപ്പെട്ട മോഹങ്ങൾ, പോയതൊക്കെയും തിരിച്ചു പിടിക്കാനുള്ള കഴിവില്ലായ്മ, എല്ലാം സ്വയം സഹിച്ചു. അപ്പോൾ ശ്രീലക്ഷ്മി? അറിയില്ല, എനിക്കറിയില്ല പവിത്ര. പക്ഷേ എവിടെ ചെന്നാലും എൻ്റെ കണ്ണുകൾ തിരയുന്നത് അവളുടെ മുഖമാണ്. ഏകാന്തതയിൽ ആ മുഖം ഞാൻ ഓർമ്മയിലേക്ക് വിളിച്ചടുപ്പിക്കും. പക്ഷേ തെളിയില്ല. കുറേ ശ്ലഥ ചിത്രങ്ങൾ മാത്രം. പിന്നെ തിമിരാന്ധകാരം, ബോധനഷ്ടം. നഷ്ടത്തിൻ്റെ വഴിയിൽ തനിച്ചൊരാൾ അല്ലേ? വേലക്കാരിയുടെ മകളോട് കുടുംബനാഥൻ്റെ മകൻ്റെ പ്രണയം, അഭിജാത്യത്തിൻ്റെ അസ്ഥിവാരം കുലുക്കാൻ പിന്നെന്ത് വേണം? വിശ്വേട്ടാ, ഒരു കണക്കിൽ ഈ കളരിക്കൽ വീട് ഓർമ്മകളുടെ ഒരു ശവപ്പുറമ്പല്ലേ? എന്നിട്ടും എന്തിന് മോഹവില കൊടുത്ത് ഇത് വാങ്ങി? ചങ്ങമ്പുഴ പാടിയതുപോലെ, വേദന വേദന ലഹരി പിടിക്കും വേദന. ആ വേദനയുടെ ലഹരിയിൽ ഒരു ജീവിതം. 22-ാം വയസ്സിൽ നാടുവിട്ടു. 53-ൽ ഈ വിശ്വനാഥൻ തിരിച്ചു വന്നത് ഇനിയുള്ള കാലം വേദനയുടെ ആ ലഹരിയിൽ കഴിയാൻ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വിശ്വേട്ടാ. പ്രണയിനിയെ ഒരിക്കലും അന്വേഷിക്കാതെ ഇങ്ങനെ. പവിത്ര, അവളെ പുറത്താക്കിയത് മറ്റാരുമല്ല, എൻ്റെ അമ്മയാണ്. ഒരുതരം പടിയടച്ച് പിണ്ടം വെക്കൽ. എതിർക്കാമായിരുന്നില്ലേ? തടയാമായിരുന്നില്ലേ? ഒരു 22-കാരൻ്റെ, ഒരു തൊഴിൽ രഹിതൻ്റെ ബലഹീനത. നിന്റെ ചോദ്യത്തിന് അതേ മറുപടി പറയാനുള്ളൂ. അവൾ പോകുന്നത് ഞാൻ കണ്ടു. മാളികയുടെ പാതി തുറന്ന ജനലിലൂടെ തോളിൽ മാംസക്കൂന പോലെ ഒരു ഭാണ്ഡം. വേലിക്കപ്പുറം ഇടവഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി. മഷി കലങ്ങിയ കണ്ണും നെറ്റിയിലെ നിറം മങ്ങിയ സിന്ദൂരപ്പൊട്ടും ഞാൻ കണ്ടു. പിന്നെ ഞാനും നിന്നില്ല. പാതിരാത്രിയിൽ ഇറങ്ങി നടന്നു. നാടറിയാതെ, ദിക്കറിയാതെ. എവിടെയായിരിക്കും എൻ്റെ ശ്രീലക്ഷ്മി? വിശ്വേട്ടാ, മതി മതി. മാധവേട്ട, ഇത് തന്നെയല്ലേ സുഭദ്രാദേവിയുടെ വീട്? ഗേറ്റ് അടച്ചിട്ടതാണല്ലോ. ആ, പട്ടാള ഓഫീസറുടെ വീടല്ലേ? വലിയ ചിട്ടയും കരുതലും ഒക്കെ ആയിരിക്കും. ഞാൻ ഗേറ്റ് തുറക്കാം. ആരെയും കാണുന്നില്ലല്ലോ. കോളിംഗ് ബെൽ അടിച്ചേക്കാം. ഓ, മാധവേട്ടനാണോ? നമ്മുടെ കളരിക്കൽ വീടും പറമ്പും വാങ്ങിയ ആള് മിസ്റ്റർ KPV നായർ. ഇതാണ് അദ്ദേഹം. മറ്റേത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പവിത്രൻ. നമസ്കാരം. വരൂ, എല്ലാവരും വരൂ, അകത്തിരിക്കാം. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഏയ്, ഒന്നുമില്ല, വെറുതെ. എന്താണ് മിസ്റ്റർ KPV നായർ ഇരിക്കാത്തത്? ഞാൻ ഈ ചുമരിലെ ഫോട്ടോകളൊക്കെ ഒന്ന് കാണുകയായിരുന്നു. ഓ, ഇത് എൻ്റെ അച്ഛൻ കളരിക്കൽ പത്മനാഭൻ നായർ, മുൻ മന്ത്രി. ഇത് എൻ്റെ അമ്മ ശ്രീദേവി. ഇതൊരേട്ടൻ, നേരത്തെ മരിച്ചു. ഇത് മറ്റൊരേട്ടൻ, ചെറുതായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. നാട് വിട്ടുപോയി. എനിക്ക് നേരിയ ഓർമ്മയേ ഉള്ളൂ. മരിച്ചു എന്നാണ് പിന്നീട് അറിഞ്ഞത്. എന്താ ചിരിച്ചത്? ഹേയ്, കണ്ടില്ലേ,
ആ ഫോട്ടോയിലേക്ക് ഒരു ഗൗളി കയറി വന്ന് കണ്ണുകൾ മറച്ചു. അത് കണ്ടപ്പോൾ ഞാനങ്ങ് ചിരിച്ചുപോയി. ക്ഷമിക്കണം. എന്താ മിസ്റ്റർ നായർ, ഒരു അസ്വസ്ഥത? നല്ല തലവേദന, വിയർക്കുന്നുണ്ട്. ചിലപ്പോൾ BP കുറഞ്ഞതായിരിക്കും. ഇരുന്നോളൂ. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഇവർക്ക് ചായ ആവാം, എനിക്ക് കഞ്ഞിവെള്ളം മതി, ഉപ്പ് ചേർത്തിട്ട്. കഞ്ഞിവെള്ളം ഉപ്പ് ചേർത്തത് ഇങ്ങനെ ഒരാൾ പണ്ട് ആവശ്യപ്പെടുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞ ഓർമ്മയുണ്ട്. കൊണ്ടുവരാം മാധവേട്ട. ചായക്ക് മധുരം വേണ്ടല്ലോ? വേണ്ട മോളെ, വേണ്ട. അതേ, എനിക്ക് ചായക്ക് മധുരമാകായിരുന്നു കേട്ടോ. ഞാൻ മധുരമുള്ളത് തന്നെ അങ്ങ് കുടിച്ചു. മാറിപ്പോയി, സാരമില്ല. അവിടെ ഔട്ട് ഹൗസിന്റെ വരാന്തയിൽ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ. എന്താ ഇവിടെ? അത് ഇവിടുത്തെ ഡോക്ടർ പരിശോധിക്കുന്ന മുറിയാ. ഓഹോ. ഡോക്ടർ ആരാണ്? സുഭദ്രയുടെ മകളോ അതോ മകനോ? രണ്ടുമല്ല. എൻ്റെ മക്കൾ ഒരാൾ UK-യിലും മറ്റേയാൾ US-ലുമാണ്. ഓഹോ. ആൺമക്കളാണ്. ആ. ഇത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ മോളാണ്. ഓ, ആരാണ് അപ്പുറത്ത് പാട്ട് പാടുന്നത്? പാട്ട് ക്ലാസ്സാണ്. ടീച്ചറാ പാടുന്നത്. ഡോക്ടറുടെ അമ്മയാണ്. എൻ്റെ ഒരു ബന്ധുവാണ്. നമുക്ക് പരിചയപ്പെടാം, അമ്മയെയും മോളെയും. ഓ. ആദ്യം ഞാൻ മോളെ വിളിക്കാം. മോളെ ആതിര, ഒന്നിങ്ങ് വന്നേ, വേഗം പോകാം. ഇളയം എന്തിനാ വിളിച്ചത്? നമ്മുടെ ഗസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. മോളെ, ഇത് മിസ്റ്റർ KPV നായർ. കളരിക്കൽ വീടും പറമ്പ് വാങ്ങിയത് ഇവരാണ്. നമസ്കാരം. മാധവേട്ടനെ നിനക്കറിയാലോ. മറ്റേത് പവിത്രൻ, ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ്. നമസ്കാരം. മോൾ പൊയ്ക്കോ, കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം, ആവശ്യം വരും. എനിക്കിവിടെ കുറേയേറെ പേഷ്യൻസ് ഉണ്ട്. എന്നാലും ഇളയമ്മ വിളിച്ചോളൂ, ഞാൻ വരാം. അതാണ് ഡോക്ടർ ആതിര വിശ്വനാഥൻ. അവള് എന്നെ ഇളയമ്മയെന്നാ വിളിക്കാറ്. അല്ല, അങ്ങനെയാണ് വിളിക്കേണ്ടത്, അല്ലേ മിസ്റ്റർ KPV നായർ? അല്ലേ മാധവേട്ട? സുഭദ്രയുടെ സംസാരത്തിൽ എന്തോ ഒരു പരിഹാസം പോലെയുണ്ടല്ലോ. കുറച്ച് പരിഹാസം, അത് നല്ലതല്ലേ? അല്ല, ഡോക്ടർ ആതിരയുടെ മുഴുവൻ പേര് ശ്രദ്ധിച്ചില്ലേ? അവിടെയാണ് പരിഹാസം. മനസ്സിലായില്ല. ആതിര വിശ്വനാഥൻ. ആ വിശ്വനാഥൻ അവളുടെ അച്ഛൻ്റെ പേരാണ്. അവൾ ഒരിക്കലും കാണാത്ത അച്ഛൻ്റെ പേര്. എന്നിട്ട് അയാൾ എവിടെ? അയാളോ? അയാളാണ് ഈ ഇരിക്കുന്നത്. ഞാനോ? അതെ, നിങ്ങൾ തന്നെ. സൺ ഓഫ് കളരിക്കൽ പത്മനാഭൻ നായർ, മിസ്റ്റർ KPV നായർ. സുഭദ്ര എന്തൊക്കെയായി പറയുന്നത്? അതെ വിശ്വേട്ട, നിങ്ങൾക്ക് വയസ്സ് 53. കഷണ്ടി കയറി, നരച്ചു. സംസാരത്തിൽ ചെറിയ വ്യത്യാസം. എന്നാലും നിങ്ങളുടെ അതേ രക്തത്തിൽ പിറന്ന എന്നിൽ നിന്ന് ഒളിക്കാൻ കഴിയോ ഏട്ടന്? കഴിയോ? ചോദിക്കട്ടെ, പുതിയ ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? പുതിയ ഭാര്യ? അങ്ങനെ ഒരാളില്ല. ഞാൻ ഒരാളെയെ പ്രണയിച്ചിട്ടുള്ളൂ, ഒരാളെയെ ഭാര്യയാക്കിയിട്ടുള്ളൂ. മാധവേട്ടൻ എന്തിനാണ് ഈ ഒളിച്ചു കളിക്ക് കൂട്ടുനിന്നത്? ഇല്ല മോളെ, എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല. ഒരു സംശയം തോന്നിയിരുന്നു, പക്ഷെ ചോദിച്ചില്ല. അതെന്റെ തെറ്റ്. അപ്പോൾ വിശ്വേട്ടാ, അപ്പോൾ എന്നോട് പറഞ്ഞ മഞ്ചാടി മണിയുടെ കഥ, അതിന്റെ പരിണാമം ഇങ്ങനെയാണോ? കഥയൊക്കെ ശരിയാണ്. പക്ഷേ പവിത്ര, ഒരു മഞ്ചാടി മണി ശ്രീലക്ഷ്മിയിൽ മുളച്ചിരുന്നത് എനിക്കറിയില്ലായിരുന്നു. സത്യം. ഏത് മേഘക്കാട്ടിൽ അവൾ പോയി ഒളിച്ചു, ഏത് തിരമാലക്കൂട്ടിൽ അവളെ തള്ളിവിട്ടു, എനിക്കറിയില്ലായിരുന്നു. കുറച്ചു മുമ്പ് വിശ്വേട്ടൻ കേട്ടിരുന്ന പാട്ടിന്റെ ഉടമസ്ഥ, പണ്ട് നിങ്ങൾക്കൊപ്പം പാടി നടന്ന് പ്രണയമഴയിൽ കുളിച്ചവൾ, തിരമാലക്കൂട്ടിൽ ഒളിച്ചവൾ, ശ്രീലക്ഷ്മി. ഞാൻ വിളിക്കാം. ചേച്ചി, ലക്ഷ്മി ചേച്ചി. സുഭദ്ര എന്നെ കളിയാക്കുകയാണോ? അല്ല, ഞാൻ പറയാം. ചേച്ചി വരുന്നതിന് മുമ്പേ പറയാം. ഏട്ടൻ കാരണം ദുഷ്പേര് വന്ന ശ്രീലക്ഷ്മിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് നമ്മുടെ അമ്മയാണ്. ദുഷ്പേരോ? എന്ത് ദുഷ്പേര്? പ്രണയം ഒരു ദുഷ്പേരാണോ? വിശ്വേട്ടാ, ഞാനെല്ലാം കേൾക്കുകയായിരുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. പ്രണയം എന്ന് കേട്ടാൽ ചിലർക്ക് കലി ഇളകും. അത് അന്നും ഇന്നും അങ്ങനെയാണ്. ശ്രീലക്ഷ്മി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അമ്മ തന്നെയാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നതും കൂടെ താമസിപ്പിച്ചതും. ചേച്ചി വന്നു. എന്താ സുഭദ്ര വിശേഷിച്ച്? നീ ആകെ സന്തോഷം കൊണ്ടങ്ങ് പൂത്തല്ലോ. ഇതൊക്കെ ആരാണ്? ചേച്ചി വാതിലിനപ്പുറം നിൽക്കാതെ ഇങ്ങടുത്തു വാ. ഇയാളെ അറിയോ? ഇത് KPV നായർ. എവിടെയെങ്കിലും വെച്ച് കണ്ടുപരിചയമുണ്ടോ? ഇത് ആരാന്നാ പറഞ്ഞത്?
നോക്ക്, നല്ലോണം നോക്ക്. മിസ്റ്റർ KPV നായർ. വിശ്വേട്ടൻ, എന്റെ വിശ്വേട്ടൻ. മരിച്ച ആൾ തിരിച്ചു വന്നിരിക്കുന്നു. പുനർജന്മം. വേണമെങ്കിലൊന്ന് കരഞ്ഞോ രണ്ടാളും? നല്ലൊരു ക്ലൈമാക്സ് ആവും. ഇനി ഞാൻ ആതിരയെ വിളിക്കാം. വേണ്ട, ഞാൻ വിളിക്കാം എന്റെ മോളെ. എന്ന് ചെല്ല്. ആതിര, കുറച്ചു മുമ്പ് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തിയതാണ്. എന്നാലും ഒരിക്കൽ കൂടി ആവാം. ഇത് കളരിക്കൽ പത്മനാഭൻ മകൻ വിശ്വനാഥൻ, നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ? അതെ മോളെ, നിന്റെ അച്ഛൻ. എന്റെ വാക്കുകൾ കൂടി മാത്രം നീ അറിഞ്ഞ നിന്റെ അച്ഛൻ. ആതിര ചെല്ല് അച്ഛൻ്റെ അടുത്തേക്ക്. ചെല്ലു മോളെ. മാധവേട്ടാ, ഒരു കാലഘട്ടം ഉറങ്ങിക്കിടക്കുന്നുണ്ട് മാധവേട്ടൻ്റെ മനസ്സിൽ. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം വേണ്ടതുപോലെ ചെയ്യണം. എന്താ മോളെ ഞാൻ ചെയ്യേണ്ടത്? പറയ്. വിശ്വേട്ടന് വയസ്സ് 53, ലക്ഷ്മി ചേച്ചിക്ക് 51. വയസ്സുകാലത്തൊരു കല്യാണം. അത് കളരിക്കൽ വീടിന്റെ മുറ്റത്തായിക്കോട്ടെ. നല്ലത്, വളരെ നല്ലത്. നമുക്ക് അത്യാവശ്യം ചിലരെയൊക്കെ അറിയിക്കണ്ടേ? ഒരു കാര്യം പറയട്ടെ, വരണമല്ല എടുത്തു കൊടുക്കുന്നത്. മറ്റാരും അല്ല, ഡോക്ടർ ആതിര വിശ്വനാഥ്. അതെ, ഈ കല്യാണം നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം, ഒന്ന് ആഘോഷിക്കണം. പിന്നെ ഒരിക്കൽ മാത്രം നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന രാജൻ തിരുവോത്ത്. സംവിധാനം C. കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: മാധവേട്ടൻ രാജഗോപാലൻ കാരപ്പറ്റ, ശേഖരൻ വിനോദ് മേക്കോത്ത്, പവിത്രൻ മുരളി നമ്പ്യാർ, വിശ്വനാഥൻ ആയിടത്തിൽ ഗംഗാധരൻ, സുഭദ്ര LC സുകുമാരൻ, ശ്രീദേവി ഉഷാ നാരായണൻ. സംവിധാന സഹായം P. നിഷ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.